എടുത്തിരുന്നു അല്ലേ? ആരുടേതായിരുന്നു ആ കവിത? ONV കുറുപ്പിന്റെ. ഏത് കൃതിയിൽ നിന്ന് എടുത്തതായിരുന്നു? വളപ്പൊട്ടുകൾ എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കവിതയാണ് മോഹം. എന്തായിരുന്നു ആ കവിതയിൽ കവി പറയുന്നത്? കുട്ടിക്കാലത്തെ ചില രസകരമായ അനുഭവങ്ങൾ അല്ലേ? കുട്ടിക്കാല അനുഭവം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ആ അനുഭവങ്ങൾ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അല്ലെ? ഇനിയും അത് തിരിച്ചു വന്നെങ്കിൽ എന്ന് നമ്മളുടെ ONV ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ആഗ്രഹമാണ് ഈ കവിതയിലൂടെ, മോഹം എന്നുള്ള ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു അല്ലെ? എന്തെല്ലാമായിരുന്നു കവി ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ? ഒരു തവണ കൂടി അല്ലെ ആ പഴയ വിദ്യാലയത്തിന്റെ മുറ്റത്തെത്തുവാൻ അദ്ദേഹം മോഹിക്കുന്നു. പിന്നെയോ മുറ്റത്തെത്തി അവിടത്തെ ഒരു മൂലയിൽ നിൽക്കുന്ന നെല്ലിമരം ഒന്ന് കുലുക്കുവാനും ആ കുലുക്കുന്ന സമയത്ത് താഴേക്ക് അടർന്നു വീഴുന്ന ആ നെല്ലിക്ക പോയി എടുത്ത് അതിലൊന്ന് കഴിക്കുവാനും എന്നിട്ട് അതിന്റെ കയ്പും പുളിപ്പും മധുരവും നുകരുവാനും അദ്ദേഹം മോഹിക്കുന്നു അല്ലെ? ആ തൊടിയിലെ അടുത്ത പറമ്പിൽ, പിന്നെ സ്കൂളിന്റെ പറമ്പിലുള്ള കിണറ്റിൽ പോയി വെള്ളം കോരി കുടിക്കുവാനും എന്ത് മധുരം എന്ന് ഓതുവാനും എന്ന് പറയുവാനും ആര് മോഹിക്കുന്നു? കവി മോഹിക്കുന്നു. പിന്നെയില്ലേ കവിക്ക് ആഗ്രഹങ്ങള്? എന്തായിരുന്നു? പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ അല്ലെ? ആ പുഴയുടെ തീരത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുവാനും ആ സമയത്ത് പാടുന്ന കുയിലിന്റെ പാട്ട് കേൾക്കുവാനും എന്നിട്ട് അതിന് എതിർപ്പാട്ട് പാടുവാനും ആര് മോഹിക്കുന്നു? കവി മോഹിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. എല്ലാവരും ആ കവിതയൊന്ന് പാടി നോക്കിയോ? എല്ലാവരും പാടി നോക്കില്ലേ? വീട്ടുകാരെല്ലാരെയും പാടി കേൾപ്പിച്ചു കൊടുത്തോ നിങ്ങൾ? ഓക്കെ. അപ്പൊ നമുക്ക് കവിത ബാക്കി ഒന്ന് പാടിയാലോ അല്ലേ? മുഴുവൻ പാടണോ? വേണ്ടല്ലോ. നോക്കുക, ഒരു വട്ടം കൂടിയാന്ന് തൊട്ട് പുഴയുടെ തീരത്ത് അവിടുന്ന് തൊട്ട് നമുക്കൊന്ന് പാടി നോക്കാം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നേതോ കുയിലിന്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം, അതു കേൾക്കേ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം, ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോടരുതേ എന്നോതുവാൻ മോഹം, ഒരു മായിൽ പീലി ഞാൻ ഇന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം, ഒരു പുസ്തകത്തിനകത്തിരുന്നതു പെറ്റു പെരുകുമെന്നോർക്കുവാൻ മോഹം, നെറുകയിലതു ചൂടി നിൽക്കുമോരുണ്ണിതൻ പ്രിയ തോഴനാകുവാൻ മോഹം, വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. അപ്പൊ കവിക്ക് ഒരുപാട് മോഹങ്ങളാണ് അല്ലെ? പഴയ വിദ്യാലയത്തിന്റെ മുറ്റത്തെത്തുവാനും അവിടെയുള്ള നെല്ലിമരം കുലുക്കുവാനും അടർന്നു വീഴുന്ന നെല്ലിക്ക പെറുക്കി തിന്നുവാനും തൊടിയിലെ വെള്ളം കോരി കുടിച്ച് എന്ത് മധുരമെന്ന് ഓതുവാനും കവി മോഹിക്കുന്നു അല്ലേ? പിന്നെയോ അവിടെയുള്ള പുഴയുടെ തീരത്ത് പോയിട്ട് വെറുതെ എങ്ങനെ ഇരിക്കാൻ കവി മോഹിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിൽ ഒരുപാട് മധുരതരമായ ചിന്തകൾ കവിയുടെ മനസ്സിലേക്ക് കടന്നു വരും ഇല്ലേ? നമുക്കൊക്കെ പുഴ, അതേപോലെ തന്നെ നമ്മൾ പഠിച്ച വിദ്യാലയം, അതൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കും. ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ കുട്ടിക്കാലം എന്നുള്ളത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മളുടെ കവിയും എന്ത് ചെയ്യുന്നില്ല? അത് മറക്കുന്നില്ല. അതൊന്നുകൂടി തിരിച്ചു വന്നെങ്കിൽ എന്ന് മോഹിക്കുന്ന ONVയുടെ ആഗ്രഹങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പുഴയുടെ തീരത്ത് വെറുതെ പോയി ഇരിക്കുവാനും അല്ലേ, ആ സമയത്ത് കൂകുന്ന പാട്ട് പാടുന്ന കുയിലിനോടൊപ്പം കുയിലിനെ എതിർപ്പാട്ട് പാടുവാനും കവി
മോഹിക്കുന്നു അല്ലേ. എന്നിട്ട് അതിന്റെ ശ്രുതി പിന്തുടരുവാൻ കവി ഇഷ്ടപ്പെടുക. അത് ആ താളം അല്ലേ, ആ പാട്ടിന്റെ താളം പിന്തുടരുവാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അല്ലെ ഒരുപാട് നമ്മൾ പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷിക്ക് ദേഷ്യം പിടിക്കും, കുയിലിന് ദേഷ്യം പിടിക്കില്ലേ. അപ്പൊ കുയിൽ എന്ത് ചെയ്യും അല്ലെ, പിന്നെ നിർത്തും, പിണങ്ങി പറന്നു പോകും. അതൊക്കെയാണ് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അല്ലേ. ആ സമയത്ത് അരുതേ പോവരുതേ എന്ന് പറയാനും പറയേ. ഒടുവിൽ പിണങ്ങി പിരിഞ്ഞു പോ പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. ഒരു മയിൽ പീലി ഞാൻ ഇന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം. നിങ്ങളെല്ലാവരും മയിൽപീലി കണ്ടിട്ടുണ്ടോ? മയിലിനെ കണ്ടിട്ടില്ലേ? മയിലിനെ നിങ്ങൾ മൃഗശാലയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മയിലിനെ കാണാൻ സാധിക്കും അല്ലേ. അപ്പൊ മയിൽപീലി നല്ല മനോഹരമായ പീലി പല അല്ലേ, പച്ചയും നീലയും കറുപ്പൊക്കെ കലർന്ന വർണ്ണങ്ങളിലെ മയിൽപീലികളുണ്ട്. അപ്പൊ മയിൽപീലി കാണുന്ന സമയത്ത് കുട്ടിക്കാലത്ത് എന്തായിരുന്നു, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ, നിങ്ങളുടെ ആ അനുഭവത്തിൽ മയിൽപീലിക്കൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഈ മയിൽപീലി എന്ത് ചെയ്യുന്നറിയോ കുട്ടികള്, മയിൽപീലി കിട്ടിക്കഴിഞ്ഞാൽ അത് പുസ്തകത്തിന്റെ അകത്ത് വെക്കും. എന്നിട്ട് ഓരോ ദിവസവും എന്ത് ചെയ്യും, ആ പുസ്തകം എടുത്ത് തുറന്നു നോക്കും. എന്തിനാണെന്നറിയോ, അന്ന് കുട്ടികളുടെ ഇടയിൽ ഒരു വിശ്വാസം, ഈ മയിൽപീലി ആകാശം കാണിക്കാതെ വെച്ചാൽ മയിൽപീലി പെറുമെന്നാണ്. അത് പെറ്റ് പെരുകുന്നു. അപ്പൊ ഒരു ദിവസം ഒരു മയിൽപീലി ആണെങ്കിൽ അത് പിറ്റേ ദിവസം രണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും അന്ന് ചിന്തയില്ല, നിഷ്കളങ്കരാണ് കുട്ടികൾ അല്ലെ. അപ്പൊ അവരുടെ മനസ്സിൽ ഈ ചിന്തയാണുള്ളത്. അപ്പൊ മറ്റു കുട്ടികളെ ഒന്നും കാണിക്കാതെ ഇങ്ങനെ ഒളിച്ചു വെക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു നോക്കും, അത് ഇരട്ടിച്ചിട്ടുണ്ടോ എന്ന്. അത്തരം ഒരു എന്താണ് വിശ്വാസങ്ങളൊക്കെ. അതേപോലെ സ്ലേറ്റ് പെൻസിലാണ്. അപ്പൊ സ്ലേറ്റ് മായ്ക്കാൻ ഈ ചോരത്തുള്ളി എന്ന് പറയുന്ന ഒരു ഇല ഉണ്ട്. അത് വലിയ പാറയുടെ മുകളിലൊക്കെ ആ ചോരത്തുള്ളികൾ ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ വേറെ ചെടികളുണ്ട് ചോരത്തുള്ളിയെ പോലെ തന്നെ. എന്തൊക്കെ എന്ത് ചെയ്യും, വെള്ളത്തണ്ട്. ആ വെള്ളത്തണ്ടുകളും ചോരത്തുള്ളികളൊക്കെ പോക്കറ്റിൽ ഇട്ടാണ് അന്ന് എന്ത് ചെയ്യുക, സ്കൂളിൽ പോവുക. എന്നിട്ട് ഈ വെള്ളത്തണ്ട് ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ അതിന്റെ തണ്ട് മാത്രം എടുത്തിട്ട് സ്ലേറ്റിന്റെ അകത്ത് മായ്ക്കും. അല്ലെങ്കിൽ ചോരത്തുള്ളി പോക്കറ്റിലിട്ട് കൊണ്ടുപോയിട്ട് അതെടുത്ത് മായച്ച് സ്ലേറ്റ് മായ്ക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, സ്ലേറ്റിൽ എഴുതുക. സ്ലേറ്റും പെൻസിലും ആണല്ലോ അന്ന് അല്ലേ. അപ്പൊ ആ സുഖങ്ങൾ, ആ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അതേപോലെ കവി ഇവിടെ ഓർമ്മിക്കുന്നത് എന്താണ്, മയിൽപീലിയാണ് അല്ലേ. അപ്പൊ മയിൽപീലി എന്ത് ചെയ്യാണ്, മയിൽപീലി കാണുമ്പോൾ ഞാൻ പഴയ ആ കുട്ടിയായിരുന്നെങ്കിൽ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ആരും മോഹിക്കുകയാണ് ഇവിടെ, കവി മോഹിക്കുകയാണ്. എന്നിട്ടോ, ഒരു പുസ്തകത്തിനകത്തിരുന്നതു പെറ്റു പെരുകുമെന്നോർക്കുവാൻ മോഹം. അപ്പൊ പുസ്തകത്തിന്റെ അകത്ത് ഒളിപ്പിച്ച് വെക്കുന്ന മയിൽപീലി ഇടയ്ക്കിടയ്ക്ക് കുട്ടി ആരും കാണാതെ പോയി എടുത്തു നോക്കും അല്ലേ. ആകാശം കാണിക്കാതെ വെക്കണമെന്നൊക്കെയ വിശ്വാസം. അപ്പൊ അത് പെറ്റ് പെരുകും. മയിൽപീലി പുസ്തകത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെറ്റ് പെരുകുമെന്ന് ഓർക്കുവാൻ മോഹം. ഇപ്പൊ കുട്ടിക്കാലത്തെ നിഷ്കളങ്കത, ആ നിഷ്കളങ്കതമായ ആ ചിന്തകൾ അല്ലേ, അന്നത്തെ അനുഭവങ്ങള്, അതൊക്കെ ഒന്നും കൂടി തിരിച്ചു വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആ കവിയുടെ ഓർമ്മകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണുന്നത്. നെറുകയിലതു ചൂടി നിൽക്കുമോരുണ്ണിതൻ പ്രിയതോഴനാകുവാൻ മോഹം. ആരാണ് മയിൽപീലി നെറുകയിൽ ചൂടി നിൽക്കുന്നത്? കൃഷ്ണനാണ് അല്ലേ. അപ്പൊ കൃഷ്ണന്റെ പ്രിയ തോഴനാവുവാൻ, കൃഷ്ണന്റെ കൂട്ടുകാരനാവാൻ. ഇപ്പൊ കൃഷ്ണന്റെ കുട്ടിക്കാലത്ത് കൃഷ്ണന്റെ ഒരുപാട് കുസൃതികൾ അല്ലേ. പിന്നെ ഗോപിക സ്ത്രീകളുടെ ഗോപികമാരുടെ വസ്ത്രം എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നതും വെണ്ണ കട്ട് തിന്നുന്നതുമായ ഒരുപാട് കുസൃതികൾ കുട്ടികൾക്ക് ഉണ്ടാവും അല്ലേ. അത്തരത്തിലുള്ള കുസൃതികളാണ് കൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണന്റെ തോഴനാവാൻ, കൂട്ടുകാരനാവാൻ ആരാഗ്രഹിക്കുന്നു? കവി ആഗ്രഹിക്കുന്നു. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. എന്തുകൊണ്ടാണ് ഈ മോഹങ്ങളൊക്കെ വെറുതെയാണെന്ന് ആർക്കറിയാം? കവിക്കറിയാം. കാരണം കവിക്ക് അനിയൻ കുട്ടിയാവാനോ ആ സ്കൂളിൽ പോയിരിക്കാനോ ഒന്നിനും കഴിയില്ല അല്ലേ. അയാളുടെ സ്കൂളിൽ പോകാനിരിക്കാൻ പറ്റും. കുട്ടിയായാലേ ആ നിഷ്കളങ്കതയിലേക്ക് എത്തിച്ചേരാൻ പറ്റും അല്ലേ, ആ കുസൃതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതൊന്നും കഴിയില്ല എന്ന് കവിക്ക് അറിയാം. എന്നാലും വെറുതെ അങ്ങ് മോഹിക്കുകയാണ്.
ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് അറിയാമെങ്കിലും വെറുതെ മോഹിക്കുവാൻ ആര് മോഹിക്കുന്നു? ഇവിടെ നമ്മളുടെ കവി മോഹിക്കുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കവിതയിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പഠന പ്രവർത്തനങ്ങളുണ്ട്, നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. പഴയ വിദ്യാലയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ കവിയുടെ മനസ്സിലുണരുന്ന മോഹങ്ങൾ എന്തെല്ലാം എന്നറിയില്ലേ? സ്കൂളിൽ പോകുവാൻ, അവിടുത്തെ മുറ്റത്തുള്ള നെല്ലിമരം കുലുക്കാൻ, എന്നിട്ട് നെല്ലിക്ക വീട് കിടക്കുന്ന നെല്ലിക്ക പെറുക്കി കഴിക്കാൻ, വെള്ളം കോരി കുടിക്കാൻ, മധുരം എന്ന് പറയാൻ, ഇതൊക്കെയാണ് ആര് മോഹിക്കുന്നത്? കവി മോഹിക്കുന്നത്. ആരോട് പോകരുതെന്ന് പറയാനാണ് കവിക്ക് മോഹം? പിണങ്ങി പറന്നു പോകുന്ന കുയിലിനോട്, പക്ഷിയോട് അരുതേ എന്നോതുവാൻ കവി മോഹിക്കുന്നത്. മയിൽപ്പീലി കാണുമ്പോൾ കവിയുടെ മനസ്സിലുദിക്കുന്ന മോഹങ്ങൾ എന്തെല്ലാമാണ്? ഒരു കുട്ടിയാകുവാൻ മോഹം, പുസ്തകത്തിനകത്ത് ആ മയിൽപ്പീലി ഇരുന്ന് പെറ്റുപെരുകുമെന്ന് ഓർക്കുവാൻ മോഹം, പിന്നെയോ അത് തലയിൽ ചൂടി നിൽക്കുന്ന കൃഷ്ണന്റെ കൂട്ടുകാരനാകുവാനും മോഹം. ദെൻ അത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലേ? ദെൻ പൊരുൾ എഴുതാം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. എന്താണ് അതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത്? എന്താണ് അതിന്റെ പൊരുള്? മിസ് പറഞ്ഞില്ലേ, ഒരിക്കലും നമുക്ക് കുട്ടിക്കാലം തിരിച്ചു കിട്ടില്ല, ആ നിഷ്കളങ്കത തിരിച്ചു കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ഇവിടെ എന്ത് ചെയ്യാണ്? കവി ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കവിയുടെ ആഗ്രഹം, ആഗ്രഹമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പൊരുള് എഴുതുക എന്നുള്ള വരികളിൽ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതാണ്. നെക്സ്റ്റ് വിവരിക്കാം. തൊടിയിലെ കിണർ വെള്ളത്തിന് മധുരം ഉണ്ടാകുന്നത് എങ്ങനെ? അറിയാലോ, മിസ് ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ? അതെഴുതാം. പിന്നെ അർത്ഥവ്യത്യാസം കണ്ടെത്താം. എന്തു മധുരം, എന്തു മധുരം രണ്ടുണ്ട്. എന്തു മധുരം, എന്തു മധുരം, നമ്മൾ ആ പറച്ചിലിന് നല്ല വ്യത്യാസമില്ലേ? ഇതിനെന്ത് മധുര അങ്ങനെ ചോദിക്കാറില്ലേ? നമ്മളിത് പേരയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ മാങ്ങയൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ മധുരമില്ലാത്ത ഇതിനെന്ത് മധുര ഉള്ളത് എന്ന് ചോദിക്കാറുണ്ടല്ലേ? അപ്പൊ അതിന് വലിയ മധുരമൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യത്തേത്. നെക്സ്റ്റ് എന്തു മധുരം, നല്ല മധുരമുള്ളത് വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തു മധുരം എന്ന് നമ്മൾ വളരെ എന്തോട് ചോദിക്കും അത് അതിശയോക്തി കലർത്തി ചോദിക്കില്ലേ? അതാണ് അവിടെ. അപ്പൊ രണ്ടിന്റെ ചിഹ്നം നിങ്ങൾ കണ്ടോ? അതാണ് അതിന്റെ വ്യത്യാസം. എത്ര പൂക്കൾ, ഒരുപാട് പൂക്കൾ ഉണ്ട് അതുകൊണ്ടാണ് എത്ര പൂക്കൾ നമ്മൾ അതിശയത്തിൽ പറയുന്നത്. അടുത്തതോ എത്ര പൂക്കൾ ചോദിച്ചാൽ എന്താണ്? എത്ര പൂക്കൾ ഉണ്ട് എന്നുള്ള അർത്ഥം. ഇഷ്ടപ്പെട്ട വരികൾ കണ്ടെത്താനാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള 4 വരി എഴുതാം. അതിന്റെ ഇഷ്ടപ്പെടാനുള്ള കാരണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വരികൾ ഇഷ്ടപ്പെടുന്നത് എന്ന് എഴുതാം. കവിത രചിക്കാം. അപ്പൊ ഇതേപോലെ ONV കുറുപ്പിന്റെ മനസ്സിലുള്ള ചിന്തകൾ പോലെ, ഓർമ്മകൾ പോലെ നിങ്ങൾക്കും ഉണ്ടാവൂലേ കുറെ ഓർമ്മകൾ? അതൊക്കെ വെച്ചിട്ടൊരു കവിത രചിക്കാനാണ് പറയുന്നത്. കുട്ടിക്കാലത്തെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമുക്കൊരു കവിത രചിക്കാം. അത് നിങ്ങൾ ചെയ്യാം. പദം പിരിച്ചെഴുതാം. തിരുമുറ്റത്തെത്തുവാൻ. എങ്ങനെയാ തിരുമുറ്റത്തെത്തുവാൻ എന്നുള്ളത് പിരിച്ചെഴുതുക? തിരുമുറ്റത്ത് എത്തുവാൻ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? തിരു അധികം മുറ്റത്ത് അധികം എത്തുവാൻ. നിൽക്കുന്നൊരാ നെല്ലി, നിൽക്കുന്ന ഒരു ആ നെല്ലി, എല്ലാവരും നടുവിൽ പ്ലസ് കൊടുത്താൽ മതി. പക്ഷിയോട് അരുതേ എന്ന് ഓതുവാൻ. പക്ഷിയോട് അരുതേ എന്ന് ഓതുവാൻ. നെറുകയിൽ അത് ചൂടി നിൽക്കും ഒരുണ്ണി. നെറുകയിൽ അത് ചൂടി നിൽക്കും ഒരു ഉണ്ണി. അതങ്ങനെ വിട്ട് വിട്ട് എഴുതുക, അല്ലെങ്കിൽ പ്ലസ് ഇട്ട് ഓരോന്നിനെ നമുക്ക് പ്ലസ് ഇട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ട് നിങ്ങളുടെ മലയാളം ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. വളരെ മനോഹരമായിട്ട് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.